ഹലോ മച്ചമാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ബെത്ലഹേം കുടുംബ യൂണിറ്റ് അങ്ങനെ 100 കോടി നേടിയിരിക്കുകയാണ്. തുടർച്ചയായി രണ്ടാമത്തെ 100 കോടിയാണ് നിവിൻ പോളി നേടുന്നത്, അതും ഒരു വർഷത്തിൽ തന്നെ. എല്ലാവർക്കും ഓണാശംസകൾ നേരുകയും ചെയ്യുന്നു. ബെത്ലഹേം കുടുംബ യൂണിറ്റ് 5 ദിനങ്ങൾ പിന്നിടുമ്പോൾ 100 കോടി ക്ലബിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം 4 കോടി 60 ലക്ഷം രൂപയാണ് സിനിമ നേടിയതെങ്കിൽ രണ്ടാം ദിനം 6 കോടി 30 ലക്ഷം രൂപയോളമായിരുന്നു. മൂന്നാം ദിനം 7.5 കോടിക്ക് അടുത്ത് നേടിയപ്പോൾ നാലാം ദിനം 7 കോടി 20 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നേടി. അഞ്ചാം ദിനം ആയ ഇന്നലെ 8 കോടി 20 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സിനിമയുടെ കളക്ഷനായി വന്നത്. ടോട്ടൽ 5 ദിനത്തെ കളക്ഷനായി 35 കോടിയോളമാണ് സിനിമയ്ക്ക് വന്നത്. ആറാം ദിനവും സിനിമയ്ക്ക്, അതായത് തിരുവോണം നാളിലും സിനിമയ്ക്ക് ഭീകര കളക്ഷൻ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വൈകുന്നേരം 3 മണി വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ തന്നെ സിനിമയ്ക്ക് 7 കോടിയോളമായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 3,69,000 ടിക്കറ്റുകൾ വിറ്റുപോയതായി ട്രാക്കേഴ്സ് വിലയിരുത്തപ്പെടുകയാണ്. ഇതിനോടകം തന്നെ ഹൗസ്ഫുൾ ഷോകൾ 4,000-ന് മുകളിൽ എത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 11,100-ന് മുകളിലുള്ള കേരള ബോക്സ് ഓഫീസിലെ ട്രാക്ക്ഡ് കളക്ഷൻസ് ഉണ്ട്. 22 ലക്ഷം ടിക്കറ്റുകൾ ട്രാക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. ഓവറോൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് 95% തിയേറ്റർ ഒക്യുപ്പൻസിയാണ്. ഏർലി മോർണിംഗ് മുതൽ സിനിമയ്ക്ക് ബുക്കിംഗ് ആണ് എന്നുള്ളതാണ്. ഇന്ന് പ്രീസെയിൽ വന്നത് തന്നെ 5 കോടിക്ക് മുകളിലാണ്. വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു 100 കോടി. മലയാള സിനിമയുടെ പുതിയ ചരിത്രമെന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഒരു 30 കോടി ബഡ്ജറ്റിൽ വന്ന ചിത്രം വെറും 5 ദിവസങ്ങൾ കൊണ്ട് വമ്പൻ വിജയമായി മാറുന്നു. ഇനി വരുന്ന 10 ദിവസത്തിൽ സിനിമ 200 കോടി കടക്കുമെന്നുള്ളതും ഉറപ്പാക്കപ്പെടുകയാണ്. കാരണം ട്രെൻഡിങ് അങ്ങനെ തന്നെയാണ്. മൂന്നാം ദിനം സിനിമയ്ക്ക് 10 കോടി 48 ലക്ഷം രൂപയാണ് ഇന്ത്യ ഗ്രോസായി വന്നത്. എന്താണെങ്കിലും ഓണത്തിൻ്റെ ആർപ്പുവിളിയുമായി ഈ സിനിമ മുന്നോട്ട് പോകുമ്പോൾ USA-യിലും കാനഡയിലും എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും സിനിമയ്ക്ക് അത്രത്തോളം തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നു. മണിക്കൂറിൽ 22,000-ഓളം ടിക്കറ്റുകളാണ് ഇപ്പോൾ ഈ ഒരു തിരുവോണം നാളിലും സിനിമയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്. ലിമിറ്റഡ് സീറ്റ്സ് ആണെന്ന് അറിയാം, അല്ലെങ്കിൽ ഷോ കൗണ്ടുകളാണെന്നറിയാം. എന്നിരുന്നാൽ പോലും ഈ സിനിമ അത്രത്തോളം ഗംഭീരമായി പോകുന്നു. മൾട്ടിപ്പിൾ സിനിമാസ് ഒരു ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ട് തന്നെ ഓടുന്നുണ്ട്. പലതിൻ്റെയും തിയേറ്റർ വിട്ടുകൊടുക്കുന്നില്ല. നമുക്കറിയാം, ഇന്ന് ഓടുന്നതിനകത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്ന ഒരേ ഒരു ചിത്രം ഇതാണ്. ഇന്ന് ടോക്സിക് റിലീസ് ചെയ്തെങ്കിൽ പോലും കേരളത്തിൽ വമ്പൻ നെഗറ്റീവ് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. വരുന്ന 1-2 ദിവസങ്ങൾക്ക് ശേഷം ആ സിനിമയുടെയും സ്ക്രീനുകൾ ഒരു പക്ഷേ ഈ സിനിമയ്ക്ക് എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ വലിയ തിയേറ്ററുകളായ എറണാകുളം കവിത പോലെയുള്ള തിയേറ്ററുകളിൽ ഇപ്പോഴും ഈ സിനിമ പ്രദർശിപ്പിക്കാൻ എന്തോ വിമുഖത കാട്ടുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു ഗംഭീരമായ സംഭവം, ഒരു പക്ഷേ ഈ ഒരു സിനിമ പുതിയ ചരിത്രം കുറിക്കുമോ എന്നുള്ളതറിയാൻ സെപ്റ്റംബർ 4 വരെ കാത്തിരിക്കേണ്ടി വരും. സെപ്റ്റംബർ 4-ന് ഇത് തെലുങ്കിലും തമിഴിലും ഡബ്ഡ് വെർഷനായി ഇറങ്ങുന്നു എന്നുള്ളതാണ്. അവിടെയും ആളിക്കത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ മലയാള സിനിമയുടെ ഇൻഡസ്ട്രി ലെവലിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമാകാം. അതായത് ലോക എന്ന ചിത്രത്തിനെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. UAE GCCയിൽ നിന്ന് 2 ദിനങ്ങൾ കൊണ്ട് സിനിമ 15 കോടി നേടിയിട്ടുണ്ടെങ്കിൽ 4-5 ദിവസങ്ങൾ കൊണ്ട് സിനിമ 40 കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ടാകാം. നമുക്ക് അങ്ങനെ ഒരു ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് കാണാം, എവിടെയൊക്കെയാണോ ഈ സിനിമ ഓടുന്നത് അവിടെയൊക്കെ അത്രത്തോളം ഗംഭീരമായിട്ടുള്ള തിരക്കുകളാണ്. ഓഗസ്റ്റ് 26-ന് ഈ സിനിമയ്ക്ക് GCC രാജ്യങ്ങളിൽ അൺഎക്സ്പെക്റ്റഡ് തിരക്കെന്നാണ് പറയുന്നത്. ഷോ കൗണ്ടുകൾ കൂടുന്നു, തിയേറ്ററുകൾ കൂടുന്നു. ടോക്സിക് പോലെയുള്ള ചിത്രങ്ങൾ നിൽക്കുമ്പോഴും അവിടെയും ഈ സിനിമ തന്നെ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു 500 കോടി ചിത്രത്തിൻ്റെ മുന്നിൽ ഒരു 30 കോടി ചിത്രം വല വിരിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ഞെളിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു വിരുന്ന് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിവിൻ പോളി ഹേറ്റേഴ്സ് ഇല്ലാത്ത നായകൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ നന്നായെങ്കിൽ പിന്നീട് അത് പിടിച്ചാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അമ്മ അതിൽ പൊട്ടിപ്പൊളിഞ്ഞു പോവുകയും ഏതാനും 2-3 സിനിമകൾ ഇതിനിടയിൽ നമ്മൾ കണ്ടതാണ്. ഒരു രക്ഷയുമില്ലാതെ വട്ടം പൊളിഞ്ഞു പോകുന്ന സിനിമകൾ. പക്ഷേ നല്ലതാണോ, ആളുകൾ ഇടിച്ചു കയറും. വേറെ ഏത് നടന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്താണേലും 100 കോടി നേടിയ ചിത്രം ഇന്ന്, അതായത് 5-ാം ദിനത്തിലെ ഫൈനലായിട്ട് വന്നിരിക്കുന്നത് 9.5 കോടിയോളമാണ്. അതായത് ഇന്ന് 6-ാം ദിനത്തിൽ സിനിമയ്ക്ക് 10 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ ഉണ്ടാകും, ഇന്ത്യ കളക്ഷൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. സിനിമയുടെ 6 ദിനത്തെ കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 115-നും 120 കോടിക്കും ഇടയിലാണ് എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്താണേലും സിനിമ വരുന്ന ആഴ്ചയിൽ എത്ര നേടുമെന്നുള്ളത് നിങ്ങൾക്കൊന്ന് പറയാം.
ഇവിടെ ഓണം റിലീസായി എത്തി അധികം ഹൈപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നിന്ന ഒരു ചിത്രമാണ്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഹൈപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല. ആദ്യ ഷോ കഴിഞ്ഞ് ജനങ്ങൾ ഏറ്റെടുത്താൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നുള്ളത്. അതുതന്നെയാണ് നിവിൻ പോളിയുടെ ഈ ഒരു ചിത്രം നൽകുന്ന സന്ദേശവും. എന്താണേലും അത്ര ഭീകരമാണ് കളക്ഷൻ. ഇന്ന് സിനിമ അത്രയും ഭയങ്കരമായിട്ടുള്ള കളക്ഷനിലൂടെ കയറിപ്പോകുന്നു. ഇന്നലെയൊക്കെ ഏകദേശം വൈകുന്നേരം 7 മണിക്ക് ശേഷമാണ് 3,68,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ വരുന്നു. അപ്പോൾ നമ്മൾ ഈവനിങ് നൈറ്റ് ഷോസൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. ഒരു പക്ഷേ 9 കോടി ആ റേഞ്ചിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നലെ 8 കോടിക്ക് മുകളിൽ വന്നു. ഇന്നും 8 കോടിക്ക് മുകളിൽ ഉറപ്പായിരിക്കുന്നു. അത് 9 കോടി ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് മറ്റൊരു റെക്കോർഡാണ്. അതായത് ഇതുവരെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ നടക്കാത്ത ഒരു കാര്യം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഇതിനോടകം 5 ദിനങ്ങൾ കൊണ്ട് 35 കോടിയാണ് നേടിയതെങ്കിൽ 6-ാം ദിനത്തോടെ 40 കോടി കടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ വരുന്ന ആഴ്ച തന്നെ സിനിമ 60-70 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടും. വേൾഡ് വൈഡായിട്ട് 200 കോടിയും ടച്ച് ചെയ്യുമെന്നുള്ളത് ഉറപ്പാക്കപ്പെടുകയാണ്. അപ്പോൾ ഡേ 1 നമുക്ക് കേരള കളക്ഷൻ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോകാം. 4 കോടി 60 ലക്ഷം രൂപയ്ക്ക് മുകളിൽ. 2-ാം ദിനം 6 കോടിക്ക് 30 ലക്ഷം രൂപയ്ക്ക് മുകളിൽ. ഡേ 3 7.5 കോടിക്ക് മുകളിൽ. ഡേ 4 7 കോടി 20 ലക്ഷത്തോളം. ഡേ 5 8 കോടി 20 ലക്ഷത്തോളമാണ് സിനിമയ്ക്ക് വന്നത്. 6-ാം ദിനമാകുമ്പോഴത്തേക്ക് സിനിമ 9 കോടി അല്ലെങ്കിൽ 8 കോടി 50 ലക്ഷം രൂപ തൊട്ട് 8 കോടി 70 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കാകും എന്നുള്ള പ്രതീക്ഷയുമാണ്. ബിഗ്ഗസ്റ്റ് ഡേ ലോഡിംഗ് ഫോർ കേരള ബോക്സ് ഓഫീസ് എന്ന് പറയാം. ഈ ഒരു തിരുവോണ നാളിൽ വേറെ മത്സരിക്കാൻ പേരിന് പോലും സിനിമകളില്ല. ഒപ്പം വന്ന ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച് തന്നെ നിൽക്കുന്നു. ബാക്കി എല്ലാ സിനിമകളെയും കവർ ചെയ്ത് ഈ ഒരു സിനിമ മുന്നോട്ട് കുതിക്കുന്നു. നിവിൻ പോളി എഴുതി തള്ളിയ ഒരു നടനായിട്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നുവെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, 4-5 അല്ലെങ്കിൽ 3-4 വർഷം അദ്ദേഹത്തിന് ഒരു വിജയവും ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഹേറ്റേഴ്സ് ഇല്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതിനോടുകൂടി തന്നെ നല്ല സിനിമകൾ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു 100 കോടി, അതിനുശേഷം ഇതേ വർഷത്തിൽ തന്നെ മറ്റൊരു 100 കോടി കൂടി എത്തുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല എന്നെടുത്ത് പറയാം. ഡൊമസ്റ്റിക്കിലും അതേപോലെ തന്നെ വേൾഡ് വൈഡായിട്ടും അത്രത്തോളം ആരാധകരാകുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക്, അതായത് ഡൊമസ്റ്റിക്കിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ 50 കോടി അവിടെയും സിനിമ ടച്ച് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. പുറത്ത് വമ്പൻ സിനിമകൾ ഇതിനോടൊപ്പം മത്സരിക്കാനൊക്കെയുണ്ട്. നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ ഒരു ദുൽഖർ സിനിമയോ അല്ലെങ്കിൽ ഒരു മോഹൻലാൽ സിനിമയോ മമ്മൂട്ടി സിനിമയോ ഒന്നുമല്ല ഇത്. കാരണം ദുൽഖറിന് അവരുടെയൊന്നും ആ റേഞ്ചിലല്ല. നമുക്ക് പലപ്പോഴും ഓവർസീസ് അല്ലെങ്കിൽ പൃഥ്വിരാജ് ചിത്രം പോലെയുള്ള ബ്രഹ്മാണ്ഡ സംഭവങ്ങളായി പോകുന്നതല്ല. പക്ഷേ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ മുകളിലേക്ക് പോകുന്നതായിരിക്കും എന്നുള്ളത് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുക കൂടെ ചെയ്യുകയാണ്. എന്തായാലും ബെത്ലഹേം കുടുംബ യൂണിറ്റ് അങ്ങനെ 6 ദിനം കൊണ്ട് 115-120 കോടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. ഇന്ന് സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 9 കോടിയിലേക്ക് എത്തുമോ എന്നുള്ളത് ഒന്ന് കമൻസിലൂടെ പറയാം. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തു തരാം. തീർച്ചയായും സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. താങ്ക് യു ബ്രോസ്.